ഹായ് കളിയാട്ടം. ലോകം കാത്തിരിക്കുന്ന ഫൈനൽ ആരൊക്കെ വരും? അതെ, നാളെ ഫ്രാൻസ് സ്പെയിനും മറ്റൊന്ന് ഇംഗ്ലണ്ട് അർജന്റീനയും നേരിടുന്നതോടെ ലോകം കാത്തിരുന്ന ഫൈനലിൽ ആരൊക്കെ വരും നമുക്ക് കാണാം. അതെ, ഫസ്റ്റ് മത്സരം ഫ്രാൻസും സ്പെയിനുമാണ്. രണ്ടാം മത്സരം ഇംഗ്ലണ്ടും അർജന്റീനയും. വേൾഡ് കപ്പ് ചരിത്രത്തിൻ്റെ ആദ്യമായിട്ടാണ് 1 മുതൽ 4 റാങ്കിലുള്ള ടീമുകൾ സെമി ഫൈനൽ വരുന്നത്. അതെ, ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട് എല്ലാം 1, 2, 3, 4 റാങ്കുകാരാണ്. ഈ റാങ്കുകാരാണ് പരസ്പരം അങ്ങോട്ട് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഗംഭീര മാച്ചായിരിക്കും, ഗംഭീര വിരുന്നായിരിക്കും. ഫസ്റ്റ് കളി ഫ്രാൻസ് സ്പെയിൻ. നമുക്ക് ഫ്രാൻസ് സ്പെയിൻ മത്സരത്തെക്കുറിച്ചൊന്ന് വിലയിരുത്താം. ഫ്രാൻസ്, അതെ, എംബാപ്പയുടെ ഫ്രാൻസ് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ആക്യുറേറ്റ് ആൻഡ് ഏറ്റവും കൺസിസ്റ്റൻ്റായിട്ട് കളിച്ച ഒരേ ടീം ഫ്രാൻസാണ്. ഈ 4 സെമി ഫൈനൽ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ഏറ്റവും കൺസിസ്റ്റൻ്റായിട്ട് കളിച്ചിട്ടുള്ള ടീം എന്ന് പറയുന്നത് ഫ്രാൻസാണ്. ഫ്രാൻസ് എംബാപ്പെ, ഒലീസ, ദ ഡെഡ്ലി കോംബോ. പിന്നെ ഡംബലെ, കൊയ്ന, ബർഗോള. ഈ താരനിരകൾ തോൽപ്പിക്കാൻ സ്പെയിൻ എന്തായാലും കുറച്ച് പേർക്കേണ്ടി വരും. ഫ്രാൻസിൻ്റെ 8 ഗോൾ അടിച്ച എംബാപ്പെ ആണ് 8 ഗോളും അതിൻ്റെ 2 അസിസ്റ്റുമായ എംബാപ്പയാണ് ഗോൾഡൻ ബൂട്ടിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. സ്പെയിനിലാണെങ്കിൽ യമാൽ ഇന്നലെ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ടായിരുന്നു. എംബാപ്പെ പൂട്ടുവന്ന് അത് നമുക്ക് എത്രത്തോളം ഒന്ന് കണ്ടറിയണം. എന്നുവെച്ചാൽ ഈ വേൾഡ് കപ്പിൽ ഇത്രയും കൺസിസ്റ്റൻ്റായിട്ട് കളിച്ച ഒരു ടീം എന്ന് പറയുന്നത് ഫ്രാൻസ് മാത്രമേ ഉള്ളൂ. ഫ്രാൻസ് മൊറോക്കോ കഴിഞ്ഞ മത്സരം നോക്കിയാൽ മതി. കഴിഞ്ഞ 2022 മൊറോക്കോ ഒരു ഫൈറ്റിംഗ് ഗെയിമാണ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2026 ഈ ക്വാർട്ടർ ഫൈനലാണെങ്കിൽ മൊറോക്കോ ഷോട്ട് ഓൺ ടാർഗറ്റ് വെറും 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രാൻസിന് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി മൊറോക്കോ ഈ വേൾഡ് കപ്പിൽ. ഇപ്പം ഫ്രാൻസ് അത്രയ്ക്ക് ഗംഭീര ടീമാണ്. ഗംഭീരം വെച്ചാൽ അവരെ അറ്റാക്കിങ് ഒരു രക്ഷയില്ല. ഗംഭീര അറ്റാക്കിംഗ് ആണ്. പിന്നെ സ്പെയിനിലോട്ട് വരാണെങ്കിൽ ലാമിൻ യമാൽ ഒരു ഇൻഡിവിജ്വൽ വിന്നർ ആണോ, കളി ജയിപ്പിക്കാൻ ഇൻഡിവിജ്വലായിട്ട് കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ യമാലിന് ആ കഴിവ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ യമാലൊരു മികച്ച താരമാണ്. പിന്നെ മിഡ്ഫീൽഡർ റോഡ്രി ബെസ്റ്റ് മിഡ്ഫീൽഡറാണ്. പിന്നെ മിറോണാണ് കഴിഞ്ഞ കളിയിൽ 2 ഗോൾ കഴിഞ്ഞ കളിയിലും അത് പകരക്കാനായിട്ട് നിന്നാണ് ഗോൾ അടിച്ചത്. ബെൽജിയത്തെ 2-0 തോൽപ്പിച്ചാണ് സ്പെയിൻ ക്വാർട്ടറിൽ കയറിയത്. അന്ന് മെറീനോയുടെ ഗോള്, 2ാമത്തെ ഗോള്. മെറീനോ സബ്ബായിട്ട് ഇറങ്ങിയിട്ടാണ്. മെറീനോ മിന്നും ഫോമിനാണ് കളിക്കുന്നത്. പിന്നെ കുബരസി നല്ലൊരു പ്ലേ ബാക്കറാണ്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ബാക്ക് വിങ്ങറായിട്ട് കളിച്ച പ്ലെയറാണ് കുബരസി. ഇപ്പം നിലവിലെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ സ്പെയിനും ഫ്രാൻസും രണ്ടും തുല്യ ശക്തികളാണ്. അപ്പം ആര് ജയിക്കുമെന്ന് നമുക്ക് കോമ്പറ്റീഷൻ പറയാൻ പറ്റില്ല. 2 പേർക്കും തുല്യ ചാൻസാണ്. സോ അപ്പം 2 പേർക്കും വിജയ സാധ്യതയുണ്ട്. രണ്ടാമത്തെ മത്സരം വന്നിട്ട് ഇംഗ്ലണ്ട് വേഴ്സ് അർജന്റീന. മിഡ്ഫീൽഡിൻ്റെ കളിയാണ്. മിഡ്ഫീൽഡാണ് രണ്ടിൻ്റെയും സ്ട്രോങ്. അർജന്റീനയുടെ മക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ക്രിസ്റ്റ്യൻ റൊമേരോ, ഈ ഡെഡ്ലി കോംബോയും. ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡിൽ ജൂഡ് ബെല്ലിംഗ്ഹാം, ആന്റണി ഗോർഡൻ, എലിയട്ട് ആൻഡേഴ്സൺ. പിന്നെ അവർ ബാക്ക് സ്റ്റോൺസ്, റൈസ്. ഗംഭീര മിഡ്ഫീൽഡിംഗ് ആണ്. ജൂഡ് ബെല്ലിംഗ്ഹാം ഈസ് ദ റിയൽ വണ്ടർ ഇൻ ദിസ് മാച്ച്. ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ. ഡേവിഡ് ബെക്കാം, സ്റ്റീഫൻ ജെറാർഡ്, ഈ പറയും പോലെ മൈക്കിൾ ഓവൻ എന്നീ താരങ്ങളുണ്ടായിട്ടും ഇത്രയും ആക്യുറേറ്റിയും ഇത്രയും ഒരു പ്ലേമേക്കറും ഇത്രയും വിന്നർ കഴിവുള്ള ഒരു താരം
ഇതുവരെ ഇംഗ്ലണ്ടിൽ വന്നിട്ടില്ല. അതാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. 1986 വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. 1986 വേൾഡ് കപ്പിലാണ് വിശ്വപ്രസിദ്ധമായ ഒരു ഗോൾ, അതെ, ദൈവത്തിൻ്റെ ഗോളെന്നറിയപ്പെടുന്നു, ചെകുത്താൻ്റെ ഗോളെന്നറിയപ്പെടുന്നു. ഈ ലോകം കണ്ടതിൽ വെച്ച് ഇതുവരെ കണ്ടത് ഏറ്റവും വലിയ ട്രിപ്പിളിംഗ് ഗോൾ മറഡോണ നേടിയതും 1986 ആ വേൾഡ് കപ്പിലാണ്. അർജന്റീനയ്ക്ക് മെസ്സി എങ്ങനെ കളിക്കും, 39 വയസ്സ് എങ്ങനെ കളിക്കുന്നു എന്ന് ഈ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. 8 ഗോളുമായി ഗോൾഡൻ ബൂട്ടിൽ എംബാപ്പയുടെ തൊട്ട് പിന്നിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ടീമിൻ്റെയും കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ രണ്ടുപേർക്കും വിജയസാധ്യതയാണ്. രണ്ടും ഒരു ഗംഭീര കളിയായിരിക്കും. എന്തായാലും നമുക്ക് ബുധനാഴ്ച കാണാം. അപ്പോൾ നാളെ ഫ്രാൻസ് സ്പെയിൻ, മറ്റന്നാ അർജന്റീന ഇംഗ്ലണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലിനായി കാത്തിരിക്കാം. ഫ്രാൻസ് വേഴ്സ് അർജന്റീന 2022 ആവർത്തിക്കുമോ, അതോ ഫ്രാൻസ് വേഴ്സ് ഇംഗ്ലണ്ട് 2024 യൂറോ കപ്പ് ഫൈനലാണോ, സ്പെയിൻ വേഴ്സ് അർജന്റീന ഫൈനലിസിമ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാൻസൽ ചെയ്ത് അതായിരിക്കുമോ, സ്പെയിൻ വേഴ്സ് ഇംഗ്ലണ്ട് ആയിരിക്കുമോ, കണ്ടറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് കളിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.